ഒരു ഹായ് പറഞ്ഞു നിറ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിപ്പോൾ നിറ ബേബി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിറ ബേബിക്ക് ഡെയിലി നമ്മൾ 2-3 ഡയപ്പറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി രാത്രി നിറ ബേബി ഡയപ്പർ വെച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡയപ്പറൊക്കെ ഞാൻ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതൊന്നും ഞാൻ പുറത്ത് കളയാറില്ല, പുറത്ത് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ മോളുടെ ഡയപ്പറൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ 2 ദിവസത്തെ ഡയപ്പറെല്ലാം ഇതവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറ ബേബിയുടെ ബേസനാണേ. അപ്പോൾ അതിൽ ഞാൻ നിറ ബേബിയുടെ ഡയപ്പറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് 2-3 ദിവസത്തെ ഡയപ്പേഴ്സാണ് കേട്ടോ. ഇപ്പോഴും അവളെ ഡയപ്പർ വെച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ മോൾക്ക് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മമ്മി പോക്കോ പെൻസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പാമ്പേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 ഡയപ്പറാണ് കേട്ടോ മാറി മാറി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ മാമി പോക്കോ പെൻസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് പേപ്പറാണ് കേട്ടോ. ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് കണ്ടാലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ. പ്ലാസ്റ്റിക് അല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിത് എടുക്കുന്നത്. പ്ലാസ്റ്റിക് ഡയപ്പേഴ്സ് ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് കത്തിക്കാനൊന്നും പാടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മമ്മി പോക്കോ പെൻസ് പേപ്പറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് കാണിക്കാം. ഞാനത് ഓൾറെഡി പറയുകയാണ്, നിങ്ങൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ കത്തിച്ച് കളയരുത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ഞാൻ മേളിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ടെറസിലാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിത് എന്താ ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ടെറസിൽ റൂഫുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ടെറസിൽ റൂഫുണ്ട്. അപ്പോൾ റൂഫ് ഉള്ളവർക്ക് മാത്രമല്ല, ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് വീണ്ടും നനയരുത് കേട്ടോ. ഓൾറെഡി നമ്മുടെ കുട്ടികൾ യൂറിൻ പാസ് ചെയ്തിട്ട് ഫുള്ളും ഇങ്ങനെ വെറ്റായിരിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും നനയാതെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കൊണ്ടങ്ങ് ഇടും കേട്ടോ. ഇവിടെ ഇട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും, നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം മോള് യൂസ് ചെയ്ത ഡയപ്പറാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാവേ. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം സംഭവം നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും വെയിറ്റ് ഇല്ല. ഇത് മോള് യൂസ് ചെയ്ത് ഞാൻ ഇന്ന് കൊണ്ട് ഡ്രൈ ആക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ് കേട്ടോ. ഒട്ടും വെയിറ്റ് ഇല്ല, നല്ല ഡ്രൈ ആയി കിടക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഞാൻ ഡിസ്പോസ് ചെയ്തെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് 1 വീക്ക് ആകുമ്പോൾ ഏകദേശം കേട്ടോ ഇതുപോലെ നമുക്കൊന്നും ചെയ്യുന്നില്ല, 10 പൈസ ചിലവില്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഡയപ്പർ ഇങ്ങനെ ജെല്ല് നമ്മളിങ്ങനെ ബക്കറ്റിനകത്തിട്ട് 2 പാക്കറ്റ് ഉപ്പൊക്കെ ഇട്ട് നമ്മളിതുപോലെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാനിങ്ങനെ ഡയപ്പർ കൊണ്ടുവരും, ഇവിടെ ഇതുപോലെ അങ്ങ് ഒരാഴ്ച ഡ്രൈ ആവാനായിട്ടും കിട്ടേക്കും. ഇവിടെ കിടന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം കൊണ്ട് കത്തിച്ച് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നത്തെ ഇവിടെ ഇടാൻ പോവുകയാണേ. ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല കേട്ടോ, അതാണ് കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 സൈഡും ഇതിൻ്റെ ഈ ലോക്കൊന്ന് പൊട്ടിച്ചതാണ് ഇതുപോലെ ഇടാൻ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കേട്ടോ എല്ലാം ഞാൻ പൊട്ടിച്ചൂടെ ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 1 വീക്ക് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഇതെല്ലാം ഇതുപോലെ ഇട്ടേക്കുവാണ് ചെയ്യുന്നത്. പിന്നെ അധികം ഞാൻ മേലോട്ട് കയറാറില്ല. എന്തെങ്കിലും ക്ലോത്തൊക്കെ ഇങ്ങനെ വിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡയപ്പർ ഡ്രൈ ആയി നോക്കാനൊക്കെ മാത്രമേ കയറാറുള്ളൂ കേട്ടോ. നമുക്കിത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് കത്തിക്കുന്നതെന്ന് കാണാം കേട്ടോ. നമുക്ക് റൂഫ് ഉണ്ടെങ്കിൽ മാത്രമല്ല കേട്ടോ ഇതിങ്ങനെ ഡ്രൈ ആക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ നനയാതെ ഏതൊരു ഭാഗത്ത് ഇട്ടാലും നമുക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. നമുക്കത് നമ്മുടെ കരിയിലെ കൂട്ടത്തിനൊപ്പം കത്തിച്ച് കളയാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൂഫ് ഉള്ളതുകൊണ്ട് എനിക്ക് മഴ പെയ്താലൊന്നും പ്രശ്നമല്ല, നന്നായിട്ട് അത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീടിൻ്റെ പുറത്ത് ഞാൻ അത്യാവശ്യം മരമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചവറൊക്കെ തൂത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ അവിടെ ഇതിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്, കത്തിച്ച് കളയുന്നത്. ബാക്ക് സൈഡ് അത്യാവശ്യം കേട്ടോ തേക്ക്, പ്ലാവ്, പുളിച്ചി അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. പോരാഞ്ഞിട്ട് ആവശ്യമില്ലാതെ കുറേ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചവറൊക്കെ ഞാനിങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളെ ഡയപ്പർ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കണ്ടാൽ അറിയാം അത്യാവശ്യം നിറയെ ഇല കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഡയപ്പർ കത്തിക്കണമെങ്കിൽ കുറച്ച് ഇലയൊക്കെ കൂടുതൽ വേണം. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇത് തൂത്തിട്ടില്ല കേട്ടോ, മുറ്റമൊന്നും തൂത്തിട്ടില്ല. തൂക്കാതെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇനി ഞാൻ തൂത്ത് ഇങ്ങനെയാണ് അത് ഈ ഒരു ഭാഗത്ത് ഞാൻ തൂത്ത് കൂട്ടാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് കേട്ടോ ഞാൻ അവിടെ കത്തിക്കുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ തൂത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് കരിയിൽ ഫുള്ളും ഇങ്ങനെ തൂത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത്
ഭാഗത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിലിട്ട് കത്തിക്കുവാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു 1 വീക്ക് മുമ്പ് ഇട്ടിരുന്നതാണ്. ഫുള്ള് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഒട്ടും വെയിറ്റില്ല. ഒരു ബേസിൻ ഫുള്ളുണ്ട്, ഒട്ടും വെയിറ്റില്ല, എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇതിനുള്ളിലുള്ള ഇതില്ലേ, ജെല്ലില്ലേ, അത് നമ്മളിങ്ങനെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയൊക്കെയാണ് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും ചിലവില്ല, ഒട്ടും മെനക്കെടേണ്ട, ജെല്ല് പിറ്റിയിടേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഉപ്പിടേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഇതുപോലെ കരിയില ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒട്ടും വീട്ടില്ല സംഭവം. ഈ കരിയിലേക്കൊപ്പം ഇതും നന്നായിട്ട് അങ്ങ് കത്തി നശിച്ചോളും. വേസ്റ്റേജ് ഒന്നും കാണത്തില്ല, കാരണം പ്ലാസ്റ്റിക് ഇല്ലാഞ്ഞിട്ട് വേസ്റ്റേജ് ഒന്നും കാണത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല കരിയിലുണ്ട് കേട്ടോ. തേക്കിൻ്റെ ഇതിലേക്ക് അത്യാവശ്യം വലുതല്ലേ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിലേക്ക് വീഴാറുണ്ട്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ വീടിൻ്റെ. കേട്ടോ. ഇനി ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കത്തും കേട്ടോ. നമുക്ക് കത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കാം കേട്ടോ. ഇതിലിപ്പം പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് നമ്മളിവിടെ വരുന്ന ഹരിതകർമ്മ സേനയ്ക്കാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റൊക്കെ നമ്മൾ അവർക്കാണ് കൊടുക്കുന്നത്. ഇത് കരിയില മാത്രമേ ഉള്ളൂ. കരിയിലയിൽ നമ്മളിതുപോലെ നമ്മൾ ഡയപ്പർ, ഡ്രൈ ആയിട്ടുള്ള ഡയപ്പർ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കൊരു പേപ്പർ കത്തുന്ന ആ ഒരു ഇതോടെയാണ് കേട്ടോ ഇത് കത്തുന്നത്. നമ്മളിപ്പം പേപ്പറൊക്കെ കത്തിച്ച് വയ്ക്കുന്നില്ലേ, ആ ഒരു ഇതേ ഉള്ളൂ. കാരണം പേപ്പർ വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ. ഒരാവശ്യത്തിന് ഉപകരിക്കാറില്ല. ഞാൻ കുറേ നേരം കൊണ്ട് കമ്പം വെച്ചുകൊണ്ട് നിൽക്കുക, ഒന്ന് അടയി തീയെന്ന് പറഞ്ഞിട്ട് അടയുന്നില്ല. അതിന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുവാണ്. ഞാൻ ഫൈനൽ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം എന്താ എല്ലാം കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കരിയുടെ കൂട്ടത്തിൽ ഞാനൊരു 10-15 ഡയപ്പറിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്തു. കാരണം ഡിസ്പ്ലേ ഉള്ളൂ, വേറെ കരിയില മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിന്. പിന്നെ കത്തിച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്. പറഞ്ഞോ പ്ലാസ്റ്റിക് ഒന്നും ഞാൻ കത്തിക്കാറില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഡയപ്പർ ഇങ്ങനെ കത്തിക്കേണ്ട ദിവസങ്ങളിൽ ഞാൻ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബേക്കിൽ ഇങ്ങനെ ഷവറിങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഡെയിലി കൊടുക്കത്തില്ല, കാരണം എനിക്ക് ഡയപ്പർ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ കുറച്ച് കരിയിൽ ആവശ്യമുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കത്തി തീരും കേട്ടോ. ഇത് ഒരു 5-10 മിനിറ്റ് എത്ര മതി. കാരണം എനിക്കിങ്ങനെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ് 2-3 ദിവസം തൂക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കരിയിൽ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തൂക്കാറില്ല. ആ ചവറൊക്കെ ഞാനിതുപോലെ കൂട്ടി ഇട്ടിട്ടാണ് കേട്ടോ. അതിൻ്റെ ഡയപ്പർ എന്നാണ് കത്തിക്കുന്നത് അത് ഞാനിട്ട് കത്തിക്കുക. ഇപ്പോൾ ഇന്ന് കൊണ്ടിട്ടത് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എടുക്കാറുള്ളൂ. അതിനുള്ളിൽ 2-3 പ്രാവശ്യം കൂടി തൂക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളും കത്തിയിട്ടുണ്ട്. നമ്മുടെ ഡയപ്പറിൻ്റെ വേസ്റ്റേജ് ഒന്നുമില്ല, ഫുള്ളായിട്ടും കത്തി തീർന്നിട്ടുണ്ട് കേട്ടോ. കരിയിലേക്കൊപ്പം ഫുള്ളും കത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കേട്ടോ ഡയപ്പർ ഡിസ്പോസ് ചെയ്യാം. 1 രൂപ പോലും ചിലവില്ല. കുറച്ച് തൂത്ത് ഷവർ കൂട്ടി വയ്ക്കുക, ഡയപ്പർ ഡിസ്പോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് യൂസ്ഫുൾ ആണോ അല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.